PSC അംഗത്വത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണവുമായി പോലീസ്. പരാതിക്കാരിയുടെ ഭർത്താവിനോട് വിവരങ്ങൾ അന്വേഷിച്ചു. കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതേസമയം ആരോപണ വിധേയനായ CPM ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉടൻ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ദിസ്ന, പാർട്ടി തലത്തിൽ നടപടിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് നടപടിയിലേക്ക് പോകുന്നു, എങ്ങനെ പാർട്ടി ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു വശത്ത്, മറ്റൊരു വശത്ത് എന്തുകൊണ്ട് ഇത് കേസെടുക്കാതെ നീണ്ടുപോകുന്നു? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലേക്ക് തന്നെയാണ് പാർട്ടി പോകുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അല്പം മുൻപ് ജില്ലാ സെക്രട്ടറിയായ P. മോഹനൻ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് PSC വിവാദവുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവും പാർട്ടിക്ക് ലഭ്യമായിട്ടില്ല. അറിവുണ്ടെങ്കിൽ വിശദീകരണം നൽകും എന്ന കാര്യം വ്യക്തമായി തന്നെ അദ്ദേഹം മാധ്യമത്തോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മനഃപൂർവ്വം കരിവാരി തേക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നൊരു കാര്യമാണ് P. മോഹനൻ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയും സർക്കാരിനെയും കരിവാരി തേക്കാനുള്ള ശ്രമം, അതിനെ പ്രതിരോധിക്കും. തെറ്റായ രീതിയിൽ നിന്ന് അത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വ്യക്തമായ നടപടിയെടുക്കുന്നു എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ജില്ലാ സെക്രട്ടറിയേറ്റ് ചേർന്നിരുന്നു. അത്തരത്തിൽ ആ യോഗം കഴിഞ്ഞതിന് ശേഷം, പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു മറുപടി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പകുതിയും മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമികമായി അന്വേഷണം തുടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പരാതി ഉന്നയിച്ച വ്യക്തിയുടെ വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പരാതി ഇല്ലെന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം ഒത്തുതീർക്കുമെന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് പരാതി നൽകാൻ, നിയമപരമായി പരാതി നൽകാൻ താല്പര്യമില്ല എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിരിക്കുന്നത്. അപ്പം നിലവിൽ പരാതി ലഭ്യമാവാത്തൊരു സാഹചര്യത്തിൽ പോലീസിനും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും വലിയൊരു രീതിയിൽ ഈ പാർട്ടി കേന്ദ്രങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏരിയ കമ്മിറ്റികളിൽ ഇത് സംബന്ധിച്ച് യോഗങ്ങൾ ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വീണ, സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള യോഗങ്ങൾ ചേരുവാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആരോപണം ശരിയാണെന്ന് കണ്ടാൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീണ.